ഹായ് ഡിയേഴ്സ്, ഞാനിപ്പോൾ ഇത്ര ലേറ്റായിട്ട് ഈ വീഡിയോ ഇടാൻ കാര്യം വേറൊന്നുമല്ല. എനിക്ക് എൻ്റെ ഒരു കസ്റ്റമർ എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ ഈ മൂൺ ഗോഡസിനെ പറ്റിയുള്ള ഈ ഒരു പോസ്റ്റർ, അതായത് ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡേറ്റും കൂടി നിങ്ങൾ നോക്കണം. ഒക്ടോബർ 11 തീയതിയാണ് മീഡിയ വണ്ണിൽ ഇത് വന്നേക്കുന്നത്. അവർ ഈ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തേക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഈ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് അതിൻ്റെ കമൻറ്റ് നോക്കിയപ്പോഴത്തേക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന കമൻറ്റാണ് താഴെ ഞാൻ പിൻ ചെയ്തും കൊടുത്തിട്ടുള്ളത്. നമ്മൾ എത്ര കിട്ടിയാലും പഠിക്കൂല, പിന്നെയും പറ്റിക്കപ്പെടാനായിട്ട് ഇങ്ങനെ നിന്ന് കൊടുക്കണേണ്. എന്താ പറയുക, അവരിടുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല അവർ സെയിൽ ചെയ്യണതെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലെങ്കിലും മനസ്സിലാവോ? ആ പ്രൊഡക്റ്റ് എൻ്റെ ഷോപ്പിൽ വരാറുണ്ട് ഓൾട്രേഷൻ ചെയ്യാനായിട്ട്. ഇവരുടെ പ്രൊഡക്റ്റ് ചീപ്പ് ക്വാളിറ്റിയാണ്. ഞാൻ അവരെ അടിച്ച് താഴ്ത്തി പറയണതല്ല. ഇപ്പം ഞാനിത് അടിച്ച് താഴ്ത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ അവിടെ നാളെ ചിലപ്പോൾ കേസിന് പോകും. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ അടിച്ചു താഴ്ത്തുന്നവർക്കെതിരെയൊക്കെ അവർ കേസിന് പോകും. പക്ഷെ എന്നാലും നമുക്കിത് കൺമുന്നിൽ കാണുമ്പോഴത്തേക്കും പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഒരു ഷോപ്പ് നടത്തുന്ന ഒരാളാണ്. ഞാനും ഓൺലൈൻ അത്യാവശ്യമൊക്കെ സെയിൽ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് പറ്റാവുന്ന അത്രയും ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ പിടിക്കാറുള്ളൂ. നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കത് പറ്റാത്തതാണെങ്കിൽ നമ്മളത് ചെയ്യാൻ നിൽക്കില്ല. പിന്നെ ക്വാളിറ്റി വൈസ് ആണെങ്കിലും ഞാൻ എന്താണോ കാണിക്കുന്നത് അത് തന്നെയാണ് കസ്റ്റമർക്ക് ഞാൻ സെയിൽ ചെയ്യാറ്. വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെയും ബിസിനസ് കൊണ്ടുപോകാനുള്ളതാണ്. ഇവർക്ക് അങ്ങനത്തെ ഒരു ഇതുമില്ല. ഇവർ എന്താ പറയുക, ഇവരിടുന്ന പ്രൊഡക്റ്റ് ഒന്ന്, ഇവർ ദേഹത്തിടുന്നത് ഒന്ന്, കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് വേറൊന്ന്. വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് എൻ്റെ ഷോപ്പിൽ വന്നിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണത്. നമുക്ക് അനുഭവമുള്ള കാര്യമാണ് ഈ പറയണത്. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഈ ഡ്രസ്സ് തന്നെ, ഇതിപ്പോൾ ഓർഡർ ചെയ്യണമെങ്കിൽ തന്നെ ഇത് ഒന്നാമത്തെ കാര്യം കിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അവരിടുന്ന ആ ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടൂല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവരുടെ ഷോപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് അവരുടെ ഷോപ്പിൽ സ്റ്റിച്ച് ചെയ്യുന്ന നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആയിരിക്കില്ല. അവർക്ക് വേറെ യൂണിറ്റുകളുണ്ട്, അതായത് സൂററ്റ്, ബോംബെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. അവിടെയൊക്കെ കെട്ടിക്കിടന്ന് സ്റ്റിച്ച് ചെയ്ത്, അതായത് ഒരു ക്വാളിറ്റി ഉള്ളത് സാധനമൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടാമോ? ഒന്നും പ്രതികരിക്കേണ്ടെന്നൊക്കെ തോന്നും. പക്ഷേ പിന്നെയും ഇങ്ങനെയൊക്കെ ഓരോ വാർത്ത കാണുമ്പോൾ എങ്ങനെ പ്രതികരിക്കാണ്ടിരിക്കും? അതുകൊണ്ട് പറഞ്ഞത്. ഇവരുടെയൊക്കെ എതിരെ ഇത് മാത്രമല്ല, ഇഷ്ടംമാതിരി കേസുകൾ ഒരുപാടുണ്ട്. എന്നാലും ഇവരുടെ കയ്യിൽ നിന്ന് ഡ്രസ്സ് എടുക്കാനൊരു ഇഷ്ടംമാതിരി പേരുണ്ട്. എന്നിട്ട് ഇതിൽ ചെന്ന് ചാടിയിട്ട് എൻ്റെ പൈസ പോയി, എനിക്ക് ഡ്രസ്സ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയാനായിട്ട് ഇഷ്ടംമാതിരി ആൾക്കാരും ഉണ്ട്. ഇങ്ങനെയുള്ള മലയാളികളോടത്തോളം കാലം അവരുടെ ബിസിനസ് നല്ല രീതിക്ക് തന്നെ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യും. അപ്പം